നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നോ? നമ്മുടെ ഇന്ത്യ ഇപ്പോൾ മറ്റൊരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ സ്പ്രിംഗ് 2025 ഗ്ലോബൽ ആറ്റിറ്റ്യൂഡ്സ് സർവേ പ്രകാരം മിക്ക വികസിത സമ്പദ് വ്യവസ്ഥകളും ജനാധിപത്യ ഭരണത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അതൃപ്തിയുമായി മല്ലിടുമ്പോൾ ആഗോളതലത്തിൽ ജനാധിപത്യ സംതൃപ്തിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ ഒന്നായി ഇപ്പോൾ ഇന്ത്യ മാറിയിരിക്കുകയാണ്. സർവേയിൽ പങ്കെടുത്ത 23 രാജ്യങ്ങളിൽ പ്രതികരിച്ച ഇന്ത്യക്കാരിൽ 74% പേരും തങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യം പ്രവർത്തിക്കുന്ന രീതിയിൽ സംതൃപ്തരാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം അതൃപ്തി പ്രകടിപ്പിച്ചത് 23% പേർ മാത്രമാണ്. 23 രാജ്യങ്ങളിൽ ജനാധിപത്യത്തിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ ഈ ഒരു സർവേയിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഇന്ത്യയെ സ്വീഡന് 75% പേരാണ്. സ്വീഡന് തൊട്ടു പിന്നിലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. അതായത് 74% ഇന്ത്യ, 75% സ്വീഡൻ. രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുകയാണ്. തൊട്ടു പിന്നിലായി നിൽക്കുന്നത് ജർമ്മനി 61%, ഇന്തോനേഷ്യ 66%, ഓസ്ട്രേലിയ 61% തുടങ്ങിയ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിലേക്കാൾ വളരെ മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുന്നത്. ജപ്പാനെയും പിന്നിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ മോദി ഭരണത്തിൽ ജനങ്ങൾ എത്രത്തോളം സംതൃപ്തരാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഏറ്റവും വലിയൊരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോദി ഭരണത്തിൽ കുരുക്കൾ പൊട്ടുന്ന പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ മോദി ഭരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറ്റം പറയുന്ന മോദി വിരുദ്ധർക്കും ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഈ സർവേയിൽ വ്യക്തമാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ത്യയിലല്ല, പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ് ജനാധിപത്യം തകർച്ചയിലേക്ക് നീങ്ങുന്നത് എന്നാണ് ഈ ഒരു പ്യൂ 2025 സർവേ കണ്ടെത്തിയത് തന്നെ.